തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രേയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധി വിനയപ്പെട്ട് വീണ്ടും ദൈവകരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പിന്തിരിഞ്ഞ് നോക്കി നന്ദി പറയാൻ ഒത്തിരിയുണ്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളിക്കുന്നവരെ ടെലിഫോണിൽ, ഇമെയിലിൽ, വാട്സാപ്പിലൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ടും ആലോചനയ്ക്കായും വിളിക്കുന്നവർക്ക് വേണ്ടി ദൈവകൃപയാൽ അതിന് പ്രാർത്ഥിക്കാനും മറുപടി കൊടുക്കാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. അത്യാവശ്യക്കാരെ വിളിക്കുക. തുറന്നും ആ മേഖല ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടിയില്ലേ തന്നെ നിരാശപ്പെടരുത്. പലരൊന്നിച്ച് വിളിക്കുമ്പോൾ എടുക്കാൻ കഴിയുന്നില്ലെന്ന് വരും. തുടർന്ന് നിങ്ങൾ വിളിക്കണം. അതുകൊണ്ട് എല്ലാം ചന്തോചിതമായി നടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രിയുടെ ഈ ശുശ്രൂഷ തുടർന്നും അനുഗ്രഹമായി തീരാൻ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയാണ് നമ്മുടെ കൈമുതൽ. അതുകൊണ്ട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ നിർത്തുന്നു. ദൈവത്തിന് ഒരു നിമിഷം കൂടെ ദൈവം നമ്മോട് സംസാരിക്കാനായി ദൈവകൃപയുടെ ആലോചന ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകൾ വീണ്ടും ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിലായിരിക്കാൻ, നിൻ്റെ വചനം ധ്യാനിപ്പാനൊക്കെ അവസരം തരുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ നീ ഞങ്ങളെ സഹായിക്കണം. നീ ഞങ്ങളെ ശക്തീകരിക്കണം. നിൻ്റെ കൃപ ഞങ്ങൾക്ക് വേണം. വിടുതൽ വേണം കർത്താവേ. അസ്വസ്ഥയുടെ ആലസ്യങ്ങൾ തിങ്ങി വിങ്ങുന്ന ഒരു സമൂഹത്തിന് നടുവ് ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം വിടുതലായി തീരട്ടെ. അത് ദൈവാത്മാവിൽ വിളിച്ച് പറയാൻ എളിവന് വരവും കൃപയും തരണം. നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണം. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവവചനം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും ആയിരിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡൊക്കെ ചിന്തിച്ചവർക്കറിയാം. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ ദൈവകൃപ അനുഭവിച്ചവരും അത് നഷ്ടപ്പെട്ടു പോയ അന്തരീക്ഷങ്ങളെ കണ്ട് വേദനിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ഭക്തനായ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു വരും. ഒരു മടങ്ങിവരവ് വേണം നമുക്കല്ലേ. എവരിബഡി നോസ്, എല്ലാവർക്കും അറിയാം. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒക്കെ ആൾക്കാർ പറയുന്നൊരു വിഷയം, ഒരു മടങ്ങിവരവ് ദൈവം തന്നേ പറ്റും. മനസ്സിലായി? അതിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമ്മളെല്ലാവരിലും വേണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ജനം ദൈവശക്തിയുള്ളവരായി നിന്നെങ്കിൽ മാത്രമേ ശത്രുവിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ കേട്ടോ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ലല്ലോ. കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആ ദൈവത്തിൻ്റെ ആയുധം നമുക്കെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മുന്നേറാൻ ദൈവം സഹായിക്കും. അപ്പം മടങ്ങി വരവാണ് നമ്മുടെ വിഷയം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതേക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ഇന്ന് ഒരു മടങ്ങി വരവിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് വീണ്ടും ചിന്തിക്കാനായിട്ട് നാം താല്പര്യപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് അതിനോട് ബന്ധപ്പെട്ട് തന്നെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരിക. അതെന്താ? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു മടങ്ങി വരവാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ? ഒരിക്കൽ മാനസാന്തരപ്പെട്ട ആളാണ്, ഇപ്പം വീണുപോയി. അതല്ലേ സത്യം? എന്തോ വീഴ്ച സംഭവിച്ചു. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്തെന്നാ നമ്മൾ വായിച്ചല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ ഏതിൽ നിന്നോ വീണിരിക്കുന്നു. ഏതിൽ നിന്നാണ് അവരവർക്കറിയാം. വീഴ്ച പറ്റിയില്ലേ? ശാന്തമായിട്ടൊന്ന് പരിശോധിച്ച്. ഗോഡ് സ്ട്രൈക്ക് അറ്റ് ദ വെരി പോയിന്റ്. ഇന്ന് ചിലരോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കും. വീഴ്ച പറ്റിയ മണ്ഡലങ്ങൾ അറിയാതെ പോകാല്ലേ. ശിംശോൻ പോയ പോലെ ശക്തി നഷ്ടപ്പെടാതെ അറിയാതെ മുന്നോട്ട് പോകാം അല്ലേ. മടങ്ങി വരാൻ ദൈവം ആവശ്യപ്പെടുന്നു. വരുമോ? ഏതിന്നാ വീണെന്നുള്ളത് മനസ്സിലാക്കി മടങ്ങി വരാൻ
ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എഴുന്നേൽക്കണം, വീടിനടുത്തൊന്നും എഴുന്നേൽക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യം മാനസാന്തരപ്പെട്ട് ചെയ്ത ചില പ്രവൃത്തികളുണ്ട് ആരംഭത്തിൽ, അല്ലേ? അത് ചെയ്യണം. അതിലേക്കാണ് മടങ്ങി വരേണ്ടത്. അതാണ് മാനസാന്തരം. എന്താണ് മാനസാന്തരം? എഫെസോസ് സഭയോടുള്ള ബന്ധത്തിൽ ആണ് ഈ വചനം രേഖപ്പെടുത്തിയെന്ന് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അപ്പോസ്തലനായ യോഹന്നാനുണ്ടായ വെളിപ്പാടാണല്ലോ. പക്ഷെ ഇന്ന് നാം ഇത് വായിക്കുമ്പോൾ ഫോർ എവരി വേർഡ് ഓഫ് ഗോഡ് ഇസ് ഗോഡ്സ് ബ്രെത്ത്, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ എന്ന് പറഞ്ഞ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന നെല്ലാം നമുക്ക് ബാധകമാണ്, നമുക്കെല്ലാവർക്കും ഇന്ന് ഇത് കാലഘട്ടത്തിൽ. കാരണം ബൈബിള് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എഴുതുകയല്ല, എന്നേക്കും നിലനിന്ന് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവവചനമാണല്ലോ. അത് അവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ബാധകമായിരിക്കുന്ന വചനം. അപ്പം എന്താ മാനസാന്തരം? ഇത് വളരെ പരിചയമുള്ള ഒരു വാക്കല്ലേ. യോഹന്നാൻ മുതൽ യേശുക്രിസ്തു മുതലൊക്കെ പ്രസംഗിച്ച വിഷയമാണ് മാനസാന്തരപ്പെടുകയും. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക, മനം തിരിയുക, മെറ്റാനോയ്യ, തിരിച്ചു വരിക, മടങ്ങി വരിക, മനസ്സ് മാറ്റുക. മനസ്സിന് മാറ്റം സംഭവിക്കണം, അതാണ് അർത്ഥം. മനസ്സിന് മാറ്റം എന്ന ആകമാനമായ ഒരു മാറ്റമാണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് കേട്ടോ. നമ്മുടെ ചിന്തകളും ആശകളും അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം മാറും. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞ സ്വഭാവത്തിന് ആകമാനമായ ഒരു മാറ്റം. ചിലരെ കുറിച്ച് എടാ ഇവൻ എന്നെ മാനസാന്തരം വന്നോടാ എന്നൊക്കെ ചിലർ ചോദിക്കുന്ന കേട്ടില്ലേ. ഇവൻ എന്നോ പറ്റി? പഴയ വ്യക്തിയല്ല, ആൾ മാറി. ഈ മാനസാന്തരത്തിൽ കൂടെ നടക്കുന്ന വലിയൊരു അനുഭവം അതാണ്. സ്തോത്രം ചെയ്യാം. ഞാനൊരു കാര്യം പറയും. When we have the willingness to surrender our life to Jesus for asking forgiveness for our sin, God will absolutely forgive our sins and lead us in the will of God. ദൈവത്തിന് സ്തോത്രം. പരമാർത്ഥമായി നാം ദൈവസന്നിധി വിനയപ്പെട്ട് കർത്താവേ എൻ്റെ പാവങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്താൽ അവനെ നിറച്ച് ദൈവാത്മാവിനെ നിയന്ത്രിച്ച് മുന്നോട്ട് നടത്തും. എന്ന് മാത്രമല്ല, the Holy Spirit will take control of the whole situation of whole life. അവൻ്റെ ജീവിതത്തിന് മുഴുവൻ കൺട്രോളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്നത്. എന്തുവാ? It's nothing that you go to the church every Sunday. It is nothing that you go and take part in the Holy Communion, etc., etc. It's nothing that you clap your hands, കൈയടിച്ച് പാടുന്നു, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടെന്നല്ല. ഇതിനേക്കാളൊക്കെ ആഴമായ ഒരു ബന്ധം, എ പേഴ്സണൽ ഇൻറ്റൻസീവ് ലവ് റിലേഷൻഷിപ്പ് വിത്ത് അവർ ജീസസ്. യേശു ക്രിസ്തുമായിട്ട് വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ ജീവിതമായി തീരുന്നൊരു അനുഭവം. അതൊരു വ്യക്തിക്ക് അറിയാം. എന്നെ പേഴ്സൺ ഈസ് കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും, നയിക്കും. അവിടെയാണ് മറ്റ് പല ക്വാളിറ്റീസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതൊക്കെ വരുന്നത് കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ സ്തോത്രം. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ജീവിതം, മറ്റൊന്നും ശരിയാകത്തില്ല. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പം മാനസാന്തരം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ വലിയൊരു വിഷയമാണ്, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച്. അനി ആരാ മാനസാന്തരപ്പെടണ്ടേ? അതൊരു വിഷയമാണല്ലോ, അതൊരു വിഷയമല്ലേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അഥേന പട്ടണത്തിൽ ചെന്നപ്പോൾ ഒരു വലിയ സത്യം വിളിച്ചു പറഞ്ഞു. അവിടുത്തെ ഭക്തശിരോമണികളുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, അത് വായിക്കണം കേട്ടോ. ഭക്തന്മാരായിരുന്നു, പക്ഷേ എവിടെ ആരാധിക്കേണ്ടതെന്നുള്ളത് അവർക്ക് അറിയാത്തില്ലായിരുന്നു. അജ്ഞാതദേവൻ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പൗലോസ് ഇവരെ ആരെയും കുറ്റം പറഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 17:30, ആയാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ബുദ്ധിശൂന്യ സംഭവിച്ച സമൂഹത്തെ കണ്ടം ചെയ്യാതെ, തള്ളിക്കളയാതെ, അവജ്ഞയോടെ തള്ളിക്കളയാതെ അവരോടൊരു കാര്യം നിങ്ങൾ ഈ ചെയ്തതൊക്കെ അറിയായ്മയുടെ കാലങ്ങളായി ഗമനിക്കുന്ന ഒരു ദൈവം. ഇവൻ ടുഡേ, ഇന്നും ദൈവം പറയുന്നു,
പാപം ചെയ്തു പോയ വ്യക്തിയോട് നിൻ്റെ അറിവുകേടാണെന്ന് മനസ്സിലാക്കി നിന്നോട് ക്ഷമിക്കാൻ കഴിയുന്നവനാണ് ദൈവം. കേട്ടോ? ചിലരുണ്ട് വലിയ വലിയ പാപങ്ങൾ ചെയ്ത് അയ്യോ എൻ്റെ ഇത്രയും വലിയ പാപം എന്നോട് ക്ഷമിക്കുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്നവരുണ്ട്. അവരോടും പറയട്ടെ, നിനക്ക് വിനയപ്പെടാൻ മനസ്സുണ്ടോ ദൈവസന്നിധി? എത്ര വലിയ പാപമായാലും പിന്നെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന ദൈവവചനം പറയും. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന കർത്താവ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കും. അപ്പം അതേക്കുറിച്ച് ബോധന ചെയ്യേണ്ട. ഏത് വലിയ പാപിയെ കൊടും പാപിയെ സ്വീകരിക്കുന്നവനാണ്. ഏത് പാപവും അറിയായ്മയുടെ കാലങ്ങളായി പണ്ട് ചെയ്തത് ഗവനിക്കുന്ന ദൈവം, അങ്ങനെ തള്ളിക്കളയുന്ന ദൈവം ഒന്നും ഓർക്കത്തില്ല. പിന്നെ കർത്താവ് ക്ഷമിച്ചൊരു പാപം പിന്നെ ഓർക്കത്തുമില്ല. അത് കേട്ടോ, അത് സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. എത്ര ആഴമുള്ള സമുദ്രങ്ങളല്ലേ. അവിടെ അങ്ങനെയുള്ള ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്ലീസ് കം ബാക്ക്. ദൈവം നിന്നെ സഹായിക്കും. ഈ മണിക്കൂറുകളിൽ ദൈവം ചില ജീവിതങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. ഇനി രക്ഷയില്ല, ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ വന്ന് നിൽക്കുന്ന ചിലരുണ്ട്. ഞാനോ അതല്ല നിൻ്റെ അവസാനം. മുന്നോട്ട് ചില കാര്യങ്ങളുണ്ട്. ഒറ്റ കാര്യം, ഒന്ന് തിരിയാൻ മനസ്സുണ്ടോ? ദൈവശബ്ദം കേട്ടൊന്ന് തിരിഞ്ഞാൽ നീ അറിയാത്ത, നീ കണ്ടിട്ടില്ലാത്ത, നീ സ്വപ്നം കാണാത്ത നല്ല ഭാവി ദൈവം നിനക്ക് തരും കേട്ടോ. അതിനായി വിശ്വസിക്കുമോ? അതിനായിട്ട് അടുത്തു വരുമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാണ്ട്. ഈ മാനസാന്തരം അത് നടത്തിക്കുന്ന ആരാ? മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ആരാ? അത് ഓർത്തിട്ടുണ്ടോ? അതും ദൈവത്തിൻ്റെ കാരണേ കേട്ടോ. റോമാലേഖനം 2:4 നമ്മൾ വായിക്കുന്നു, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ദീർഘക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുകയോ എന്ന് പൗലോസ് ചോദിക്കുക കേട്ടോ. പാപത്തിൻ്റെ ശക്തികളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഒരുവൻ വിടുവിക്കപ്പെടുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ദയയാണ്, കരുണയാണ്. ദൈവകൃപയിലായിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടെ ഉറപ്പ്. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ലോകപ്രകാരം ജീവിച്ച കലാലയ രാഷ്ട്രീയത്തിൽ നടന്നവർ ഒക്കെ ഒത്തിരി പേരുണ്ട്. ഇവർ ആരെയും ദൈവം വിളിക്കാതെ എന്നെ വിളിച്ച് ഈ ശുശ്രൂഷയിലാക്കിയല്ലോ. പല നാളും ഞാൻ ദൈവത്തോട് ചോദിച്ചു. അന്ന് ആദ്യമൊന്നും എനിക്ക് മറുപടി കിട്ടിയില്ല. പക്ഷെ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും. ദൈവത്തിൻ്റെ കരുണയിലായിരിക്കുന്നു ദൈവമേ. വിനയപ്പെടുന്നു, ദൈവത്തിന് സ്തോത്രം. ഓടിത്തേക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. അപ്പം അങ്ങനെ വിടുവിക്കപ്പെട്ടവരൊക്കെ സ്തോത്രം ചെയ്തോണം. വലിയൊരു പദവിയായത് കേട്ടോ. ഹല്ലേലൂയ. അപ്പം എന്തുവാ, ഇങ്ങനെ ഒരുവൻ ദൈവസന്നിധി വിനയപ്പെട്ട് ദൈവിക സന്നിധി വന്ന് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ എന്തോ സ്വർഗത്തിൽ കൂടെ വലിയ സന്തോഷമാണ്. ദൂതന്മാരുടെ വലിയ സന്തോഷമാണ്. അത്രയും ഭയങ്കര, അത്ര ഗൗരവമുള്ള ഒരു വലിയ വിഷയമാണ് പറയപ്പെട്ടവർ. ഇത് ലോകമനുഷ്യന് ഇത് വലിയ കാര്യമൊന്നുമല്ല. മനസ്സിലേ? ചില നാളുകൾക്കപ്പുറത്ത് കർത്താവ് പ്രസ്തുതനായ ഡോക്ടർ സാം കമലേശൻ മാരാമൺ കൺവെൻഷനിൽ കടന്നു വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ശബ്ദം എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. ആ മീറ്റിങ്ങിൽ ഞാനും ഒന്ന് പോയിരുന്നു. ഈ രക്ഷിക്കപ്പെടുന്നവരെന്ന് പറയുന്നവരെ ലോകത്തിനൊരു വലിയ കാര്യമൊന്നുമല്ല. അത് വലിയ വലിയ ഒരു വിലയും കൊടുക്കാതെ തള്ളിക്കളയുന്നവരാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അവരുടെ വാക്കുകൾക്ക് ലോകം വില കൊടുക്കുന്ന നാളുകൾ അധികം വിദൂരമല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദോസ് ഡേയ്സ് ആർ നോട്ട് ഫാർ. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഭോഷന്മാരായി ഈ ഭൂമിയിൽ കാണപ്പെടുന്നവരെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്നെ മാനിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. അത് ദൈവത്തിൻ്റെ സത്യമാണ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവമാകട്ടോ. ഈ സന്തോഷമാണ് കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്നതാണ് കേട്ടോ. ദാവീദിനോട് ചേർന്ന് ഞാൻ പറയട്ടെ,
ലോകപ്രകാരം ജീവിച്ച് എന്നെയും കർത്താവ് രക്ഷിച്ച് ഈ മാനസാന്തരത്തിൽ കൊണ്ടുവന്ന് ദൈവകൃപയിലാക്കിയപ്പം എൻ്റെ ഉള്ളത്തിൽ വലിയൊരു സന്തോഷം തന്നു. ദാവീദ് പറഞ്ഞു 4-ാം സങ്കീർത്തനം 7-ാം വാക്യം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. എങ്ങനെ അതിനെ വിശദീകരിക്കും? ഈ സന്തോഷമാണ് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദൈവവചനം ദൈവാത്മാവിൽ പ്രസംഗിക്കുമ്പോൾ, അത് കഴിഞ്ഞ് കോളിംഗ് കൊടുക്കുമ്പോൾ ചില ജീവിതങ്ങൾ കർത്താവിനെ സ്വീകരിച്ച് അടുത്തു വരുന്നത് കാണുമ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മാനസാന്തരം. ദൈവത്തിന് നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ലോക സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെടും കേട്ടോ. ദൈവിക സന്തോഷമേ നിലനിൽക്കത്തുള്ളൂ. എല്ലാവരോട് പറയുമ്പോൾ ലോക സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ, ഒന്നും ദൈവസന്നിധി വന്നാൽ അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ അബദ്ധപ്പെടല്ലേ. ലോകം തരാത്ത വലിയ സന്തോഷം ദൈവം തരും കേട്ടോ. ഒരു മനുഷ്യനും കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ സന്തോഷത്തിലേക്ക് നടത്താൻ കഴിയുന്നവനാ ഈ ദൈവം. ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ അനുഭവമാണ്. അങ്ങനെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാനുണ്ടോ? നീ അനുഗ്രഹിക്കപ്പെടും. മാനുഷികമായ ബുദ്ധി കണക്ക് കൂട്ടല്ലേ, സ്വന്തം വിവേകത്തിൽ ഊന്നരുതേ. അതിനായി ദൈവസന്നിധി വരും. ഇനി മറുവശം പറയാം കേട്ടോ. എന്താണെന്നറിയാം, ഞാൻ മാനസാന്തരപ്പെടുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം എന്നും പറഞ്ഞ് പോയാലും എന്താണെന്നറിയാവും. കർത്താവ് തന്നെ പറഞ്ഞൊരു സംഭവം ലൂക്കോസ് 13 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശീലോവിലെ ഗോപുരം വീണ് ഒരു കൂട്ടർ മരിച്ചുപോയി, കുറച്ച് പേര്. കർത്താവിനോട് ചിലരുടെ അടുത്ത് എന്ന് ചോദിച്ചു. അവരെല്ലാം പാപികളായിരുന്നു. കർത്താവ് പറഞ്ഞ് പാപിയാണോ അല്ലയോന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം പറയാം, മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ നശിച്ചു പോകുമെന്ന്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, പ്രമാണമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ജീവിതം ഇവിടെ കുറച്ച് നാൾ ജീവിച്ച് അവസാനിക്കാനല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ദൈവത്തിൻ്റെ ദയ, ദീർഘശാന്തി മാനസാന്തരത്തിലേക്ക് നടത്തുന്നതാണെന്ന് നീ പറഞ്ഞല്ലോ, എന്നെയും നടത്തണേ. പിന്മാറിപ്പോയവരോട് പറയട്ടെ മടങ്ങി വരാൻ. ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ലത്. അപ്പം മാനസാന്തരപ്പെട്ടവരോടും മാനസാന്തരത്തിലേക്ക് വരുന്നവരോടും ഒരു കാര്യം പറയാം. എന്തുവാ? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം, ലൂക്കോസിന് ശേഷം 3-ാം അധ്യായം 8-ാം വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കും. അതൊരു വലിയ വിഷയം കേട്ടോ. പേരുകൊണ്ടല്ല, ശബ്ദം കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായിത്തീരും. ഒരു കാലത്ത് ഫലം കായ്ച്ചു വരാം, പക്ഷെ വീണ് പോയല്ലേ, മടങ്ങി വരുമോ? അതുകൊണ്ട് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുക. എന്താ മുന്നറിയിപ്പ്? നീ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ. ഇപ്പം നമ്മൾ വായിച്ചില്ലേ വെളിപ്പാട് പുസ്തകത്തിൽ, സ്നേഹത്തിൻ്റെ പ്രവൃത്തി, സ്നേഹത്തിൻ്റെ പ്രയത്നം, മറ്റുള്ള സഹജീവികളോടുള്ള കരുതൽ, ദൈവനാമം മഹത്വപ്പെടുന്ന ശുശ്രൂഷ, ദൈവവചന ധ്യാനം, ദൈവിക പ്രമാണങ്ങളുടെ ജീവിതത്തിൽ എന്നും മനസ്സിലായി. നിൻ്റെ പ്രമാണങ്ങളുടെ വഴികളിൽ നീ എന്നെ നടത്തണമേ, എൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, താവേ എന്നെക്കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നത് അത് നിവർത്തിക്കണം. ലോർഡ് ഹെൽപ്പ് മീ ടു ഫുൾഫിൽ ഗോഡ്സ് വിൽ അപ്പോൺ മീ. താവേ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാൻ, എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിൻ്റെ പൂർണ്ണതയിൽ എന്നെ എത്തിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ? പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം അതിനകത്തുണ്ട്. ശൗല് എൻ്റെ അപ്പൻ്റെ കഴുതയെ അന്വേഷിച്ച് പോയി, 2-3 ദിവസമൊക്കെ നടന്നിട്ടൊന്നും കിട്ടിയില്ല, ഇങ്ങനെ കറങ്ങി നടക്കുക. അപ്പം കഴുതയെ വിട്ട് മക്കളെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും എന്നൊക്കെ പറയുന്ന ഭാഗം ഇവിടെ ഉണ്ട് കേട്ടോ.
അങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ആരോ പറഞ്ഞു, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അല്ലേ? അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതൊക്കെ ഒത്തുവരുന്നു. അങ്ങനെയാണോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് ജീവിക്കുന്നവനെ നിന്നെ തേടി ആൾ വരും. നിന്റെ ശുശ്രൂഷ ആവശ്യപ്പെട്ട ആൾ വരും. സ്തോത്രം. കരുണയുള്ള കർത്താവേ, ആ മേഖലയിൽ എന്നെ ആക്കണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? തിരുനാമ നിമിത്ത നീതിപാതകളിൽ നടത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഐശ്വര്യമായ നാളുകൾ മുന്നിൽ ലഭിപ്പാൻ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. കുറവുകളെ കുറ്റങ്ങളെയൊക്കെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ മണിക്കൂറുകളിൽ വീഴ്ച പറ്റിയ സംഭവങ്ങളെ, മിനിറ്റുകളെക്കുറിച്ചൊന്ന് ഓർക്കാൻ. എവിടാ വീഴ്ച പറ്റിയത്? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർമ്മിപ്പിച്ചു, വീഴ്ച പറ്റിയിട്ട് ഒന്നും സംഭവിച്ച. ദാവീദിനും ആ വലിയ വീഴ്ച പറ്റിയതാ, അല്ലേ? അത് ഓർപ്പിച്ചായിരുന്നല്ലോ. ഒന്നും സംഭവിക്കാത്തവനെ പോലെ പിന്നെയും പോയി, ആരാധനയ്ക്ക് പോയി, പാട്ടുപാടി, as if nothing has happened. പക്ഷെ ദൈവം വിട്ടില്ല. ചില നാൾ കഴിഞ്ഞപ്പോൾ ഇവന് പാപബോധം വരുത്തണമല്ലോ, ഇവനിങ്ങനെ നശിച്ചു പോകരുതല്ലോ. എന്താ കാരണമെന്നറിയാം? തൻ്റെ തെറ്റുകളെ ഏറ്റുപറയുന്നവന്, മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. അപ്പം തെറ്റുകൾ വന്നിട്ട് ആരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരുന്ന അപകടത്തിൽ ചെന്ന് അവസാനിക്കും. അത് വരാതിരിക്കാൻ ദൈവം ദാവീദിനോട് കാണിച്ച കരുണയാണ് ബോധം വരുത്താൻ ദൈവത്തിൻ്റെ പ്രവാചകനെ വിട്ടത്. രാജാവെന്ന നിലയിൽ തൻ്റെ കുറ്റം ബോധിപ്പിച്ചപ്പോൾ ആരവിടെയെന്ന് പറഞ്ഞിരുന്ന നാഥാൻ്റെ തല വെട്ടിയേനെ. പക്ഷെ അതല്ല ദാവീദ് ചെയ്തത്. നെടുമ്പാട് വീണ് കരയാൻ തുടങ്ങി. കരഞ്ഞ കരച്ചിലാണ് 51-ാം സങ്കീർത്തനം. ഈ മണിക്കൂറുകളിൽ ദൈവവചനം കേൾക്കുന്നവരെ തെറ്റുപറ്റിയെങ്കിൽ മടങ്ങി വരാം, ഏറ്റു പറയാം. ഏരുന്നാ വീണത്? വീഴ്ച പറ്റിയ സംഭവങ്ങൾ. ഒത്തിരി നാളിങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നും പിശാചിനില്ല കേട്ടോ. നിന്നെ ഒരിക്കൽ വീഴിക്കണം, നിന്റെ വ്രതം തെറ്റിക്കണം, അത് വീഴില്ല. വീഴ്ചയ്ക്ക് എളുപ്പമുണ്ട്, ആശ്രയം തെറ്റിയാൽ ആശ്രയ കൊടുമുടി എവറസ്റ്റ് പോലാണെന്ന്. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്. ആശ്രയ ജീവിതം, കർത്താവിൻ്റെ കാൽപാദങ്ങൾ കെട്ടിപ്പിടിച്ച് ഹല്ലേലൂയ നല്ല സ്നേഹബന്ധത്തിൽ മുന്നോട്ട് നീങ്ങാനായി നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അതിന് നമ്മെ സഹായിക്കുന്ന ദൈവവചനം, ആരാധന, സ്തുതി, സ്തോത്രങ്ങൾ, പ്രാർത്ഥന, പ്രയർ ലൈഫ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മണിക്കൂറുകളിൽ കർത്താവേ, എനിക്കൊന്ന് മടങ്ങി വരണം. നീ എന്നെക്കുറിച്ച് ഉദ്ദേശിച്ച ആദ്യത്തെ പ്രവൃത്തി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് നല്ല സാക്ഷിയായി, യേശു ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായി ഈ ഭൂമിയിൽ ആയുസ്സ് തികയ്ക്കാൻ കർത്താവെ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാമോ? എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തെറ്റുപറ്റിയെങ്കിൽ ഏറ്റു പറയണം, മറച്ചു വെക്കല്ലേ. മനുഷ്യനോട് പറയേണ്ടത് പറയാം, പറയാവുന്നതേ പറയാവൂ, എല്ലാവരോടും പറയാനും ഒക്കത്തില്ല. എന്നാൽ ദൈവത്തോട് പറയാം, എല്ലാം തുറന്ന് പറഞ്ഞ് റെക്കൺസൈൽ ചെയ്യണം. കർത്താവ് സഹായിപ്പാൻ മതിയായ ദൈവം, അവൻ സഹായിക്കും, അവൻ ശക്തീകരിക്കും. നീതിയുള്ള വലം കൈ കൊണ്ട് താങ്ങി നടത്തുന്ന ദൈവം. കർത്താവേ സ്തോത്രം. അതുകൊണ്ട് നീ മടങ്ങി ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. മാനസാന്തരത്തിലേക്ക് മടങ്ങി വരാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അല്ല, മാനസാന്തരത്തിലേക്ക് വരാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇതുവരെ അതിന് സമയം കിട്ടിയില്ലെങ്കിൽ ടുഡേ ഇപ്പോഴാ അതിൻ്റെ സമയം. മനസ്സുണ്ടോ? കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. കർത്താവേ, ഒത്തിരി നന്ദി പറയുന്നു. ഇതുവരെ ഞങ്ങളെ നടത്തി, ഇതുവരെ ഞങ്ങളെ സഹായിച്ചു. വിശേഷമായി മണിക്കൂറുകളിൽ നിൻ്റെ മാറ്റമില്ലാത്ത വചനം കർത്താവും കർത്താവേ, ആമേൻ, യോഹന്നാനും ആമേൻ ശിഷ്യന്മാരും ഒക്കെ ഈ ഭൂമിയിൽ വിളിച്ചു പറഞ്ഞ മനോഹരമായ വചനം, മനുഷ്യാദിയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ആ വലിയ സത്യം, മാനസാന്തരപ്പെടാൻ ജീവിതങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരപ്പെട്ടവർ മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചല്ലോ. കരുണ ചെയ്യണേ കർത്താവേ. എവിടെ നിന്നൊക്കെയോ വീണുപോയ അനേക മണ്ഡലങ്ങളുണ്ട്. അത് അവരവർക്കറിയാതെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ കർത്താവെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധി വിനയപ്പെടാൻ
ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാനസാന്തരപ്പെടാതെ ഒരിക്കലും അവസരം ലഭിക്കാത്തവരെയും ദൈവം അതിലേക്ക് നടത്തണം. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം കർത്താവേ. അല്ലല്ല നീയും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്നുള്ള ശബ്ദമല്ല. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആമേൻ ആമേൻ എന്നേക്കുമുള്ള അനുഗ്രഹത്തിൻ്റെ മേഖലകളിൽ എല്ലാവരെയും ആക്കണം കർത്താവേ. മാനസാന്തരപ്പെടാതെ ഈ ഭൂമിയിൽ നാശവും അനന്തരം കർത്താവേ എന്നേക്കുമുള്ള കഷ്ടവും ആമേൻ അനുഭവിക്കുന്ന നിത്യന്യായവിധിയിലാകാതെ നിത്യമായ അനുഗ്രഹത്തോടെ നിത്യസന്തോഷത്തോടെ കർത്താവിനോടുകൂടെ നിരന്തരമായി വാഴുന്ന ആ ജീവിതാനുഭവങ്ങളിൽ എല്ലാവരെയും കർത്താവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപയുടെ കരങ്ങളിലെല്ലാം ഏൽപ്പിക്കുന്നു. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണമേ. വചനം കേട്ടവരെ പിന്നെയും കർത്താവ് സന്ദർശിക്കണം. ജീവിത ഭാരങ്ങളുള്ളവർ, വേദനകളുള്ളവർ, കഷ്ടങ്ങളുള്ളവർ ആമേൻ അവരെയൊക്കെ ദൈവം സന്ദർശിക്കണേ കർത്താവ്. ഈ രാജ്യങ്ങളെയും രാഷ്ട്രങ്ങളെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഒരു സന്ദർശനം രാഷ്ട്രങ്ങളുടെ മേലുണ്ടാകണം, രാജ്യത്തിൻ്റെ മേലുണ്ടാകണം. ദൈവാത്മാവിൻ്റെ ഒരു വലിയ വ്യാപാര ശക്തി ദേശത്തുണ്ടാകട്ടെ കർത്താവേ. സ്തോത്രം. സ്വർഗം സകലതും അറിയുന്നല്ലോ. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.